മലയാളികളുടെ പ്രിയ നായകൻ ജയറാം 60-ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഒരുപാട് നന്മകളുടെ, ഒരുപാട് സന്തോഷത്തിൻ്റെ ഇടയിലാണ് ഈ വലിയ ആഘോഷം കൂടി വന്നു ചേരുന്നത്. ശ്രീ ജയറാമും ശ്രീമതി പാർവതിയും നമ്മളോടൊപ്പം ചേരുന്നു. ജയറാമേട്ട 60-ആയിന്ന് മലയാളികളോട് പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല. ശരിക്കും 60-ആയോ? അതല്ല ശരിക്കും ഒരാൾ ഇപ്പോൾ ഈ കണ്ണദാസൻ പറഞ്ഞ വരികളുണ്ട്. നമ്മൾ ജനിക്കുന്ന വയസ്സൊന്ന്, പള്ളിക്കൂടത്തിൽ ചേർക്കാൻ വേണ്ടി കൊടുക്കുന്ന കള്ള വയസ്സൊന്ന്, അത് കഴിഞ്ഞ് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ജോലി കിട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പറയുന്ന വയസ്സുകൾ ഒരുപാട്. പക്ഷേ വേറൊരാൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നൊരു വയസ്സുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പറയുന്നൊരു വയസ്സുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ പുറകിലേക്കാണ് എനിക്ക്. എന്നാലും കണ്ടിട്ട് 59 എന്ന് പറയണം തോന്നുന്നു, 60 എന്ന് പറയാൻ തോന്നുന്നു. 59 അല്ല, അതിലും താഴെ പറയണമെന്ന്. അങ്ങനെ എന്താ വെച്ചാൽ ശരിക്കും എൻ്റെ SLC ബുക്ക് നോക്കിയാലും പാസ്പോർട്ട് നോക്കിയാലും എല്ലാം 1965 ഡിസംബർ 10 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അങ്ങനെ നോക്കിയാൽ 59 ഉള്ളൂ. 59 വയസ്സെന്ന് പറയുമ്പോൾ 60 തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ ആക്കാം, എന്ത് വേണമെങ്കിൽ കൂട്ടാം. 59 വേണമെങ്കിൽ 59 കൂട്ടാം, 60 വേണമെങ്കിൽ 60 കൂട്ടാം. എന്തായാലും ഞാൻ എൻ്റെ ഓരോ പ്രായം, ഓരോ കടന്നു വരുന്ന ഓരോ പ്രായങ്ങളെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വരുന്ന നര, എൻ്റെ സ്കിന്നിൽ വരുന്ന ചുളുക്കുകൾ, അതൊക്കെ ഓരോ ദിവസവും ചുളിവുകളും എല്ലാം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രായം കൂടുന്തോറുമാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള നമ്മൾക്ക് വരുന്ന മെച്യൂരിറ്റി, നമ്മളുടെ ഇതിൽ വരുന്ന സ്വഭാവത്തിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു, മകളുടെ കല്യാണം കഴിഞ്ഞു, ഇനി ഒരു അടുത്ത ഒരു ഇതിലേക്ക് പോകേണ്ട, അങ്ങനെ ഓരോന്നും നമ്മളൊരു മെച്യൂർഡായി എന്ന് തോന്നുന്നതാണ് പ്രായം. അപ്പോൾ എൻ്റെ പ്രായം കുറയ്ക്കാൻ വേണ്ടി എൻ്റെ മുഖത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല. ഇന്നത്തെ ഇതുവരെ മുഖത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല. സോ സന്തോഷം, പ്രത്യേകിച്ച് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും വന്ന് ഓരോ ദിവസവും കാണുമ്പോഴൊക്കെ ജയറാമേട്ട സുഖമായിരിക്കുന്നു, പാർവതി ചേച്ചി സുഖമായിരിക്കുന്നു, കണ്ണൻ്റെ കല്യാണം കഴിഞ്ഞു, നന്നായിരുന്നു, ചക്കിയുടെ കല്യാണം, അവരുടെ വിശേഷം എന്തുണ്ടെന്ന് അവരുടെ വീട്ടിലൊരാളെ പോലെയാണ് എപ്പോഴും എന്നോട് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ മോൻ്റെ കല്യാണത്തിന് മിനിഞ്ഞാന്ന് ഗുരുവായൂർ പോയപ്പോൾ എത്ര അമ്മമാരാണെന്നറിയാമോ? മോനെ, ഞങ്ങളൊക്കെ കല്യാണം കാണാൻ വേണ്ടി ഒരുപാട് ദൂരെ നിന്ന് വന്നിട്ടുള്ളതാണ്, പണ്ട് നിങ്ങളുടെ കല്യാണം കാണാൻ വേണ്ടി ഞങ്ങളിവിടെ 32 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അവരൊക്കെ തരുന്നൊരു സ്നേഹമില്ലേ, അത് തന്നെയാണ് ഈ കടന്ന 60 വർഷത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. 36 വർഷത്തെ പരിചയമാണ്, ഇപ്പോൾ 60-ലേക്ക് കടക്കുന്നു പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും അടുത്ത് നിന്ന് കണ്ട ആളാണ് ജയറാമിനെ. ഞാൻ കാണുമ്പോഴൊക്കെ പലപ്പോഴും പല പ്രായമാണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് ഓരോ തമാശ പറയുമ്പോഴും ജയറാമിന് 25 വയസ്സാണ്. പൂരപ്പറമ്പിൽ പോകുമ്പോഴും ചെണ്ടമേളം കേൾക്കുമ്പോഴും 20 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സുള്ള ഒരു കുട്ടി എൻജോയ് ചെയ്യുന്ന പോലെ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറാൻ പറഞ്ഞാൽ 70 വയസ്സുള്ള ഒരു അപ്പൂപ്പനാണ് ജയറാം. അപ്പോൾ അങ്ങനെ പല പ്രായത്തിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 36 വർഷം എന്ന് പറയുന്ന ഒരു വലിയ ജേണിയാണ്. ഞാൻ അതിൻ്റെ എവ്രി മിനിറ്റ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും എൻജോയ് ചെയ്യാം. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരു 100 വയസ്സ് പോകാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ദൈവം അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞ് കിടന്ന് 100 വയസ്സ്. നിങ്ങൾ ഒന്നിച്ചുള്ള ആദ്യത്തെ ജന്മദിന ഓർമ്മയ്ക്ക് ഞങ്ങളുടെ അഫെയർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു അത്. ഡിസംബറിൽ നമ്മൾ പുതിയ ഒരുക്കളുടെ ഷൂട്ടിങ്ങിനിടയിലാണ് ജയറാമിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് തേക്കടിയിൽ. പ്രാവശ്യം ശരിക്കും ഈ 60 വയസ്സാവുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കൾച്ചറിൽ താലി കെട്ടണം എന്ന് പറയും. 60-ാം വയസ്സിൽ ഒരു താലിയും കൂടി കെട്ടണം, 70 വയസ്സിലൊരു താലി, 80 വയസ്സിലൊരു താലി. അത് എൻ്റെ സിസ്റ്ററാണ് ഉണ്ടാക്കി തരേണ്ടത്. അങ്ങനെ കെട്ടണം എന്നാണ് ഇത്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ താലി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കെട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ കെട്ടാമെന്ന്. പക്ഷെ 60 വയസ്സ് എല്ലാവരും അറിയുമെന്ന് വിചാരിച്ചിട്ട് ചേരാൻ സമ്മതിച്ചില്ല. സാധാരണ ജന്മദിനങ്ങൾക്കൊക്കെ സർപ്രൈസ് തരുന്ന പതിവുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയില്ല, അത് ഞാനില്ല കേട്ടോ. ശരിക്കും എനിക്ക് കിട്ടാറുണ്ട്. എല്ലാ വർഷവും എനിക്ക് മക്കളും അശ്വതിയൊക്കെ തീരാറുണ്ട്. തിരിച്ചത് ചെയ്യാൻ ഞാൻ മറന്നു പോകാറുണ്ട്. അതാണ് ജീവിതത്തിൽ എപ്പോഴും പറ്റുന്നതാണ്. എനിക്ക് ദിവസങ്ങളോ അല്ലെങ്കിൽ എന്നൊന്നും ഓർമ്മ നിൽക്കില്ല. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ വെറുതെ പറയുന്നില്ല, എനിക്കൊരു ഡയറി ഇല്ല, എനിക്കൊരു മാനേജറില്ല,
അങ്ങനെയുള്ള ഒന്നുമില്ല. എനിക്ക് ഒരു ഫോണുണ്ട്, ആ നമ്പർ തൊട്ട് ഞാൻ 10-25 വർഷമായിട്ട് മാറ്റിയിട്ടുമില്ല. നമ്മളൊക്കെ വിളിച്ചാൽ എടുക്കുകയും ചെയ്യും. ഞാൻ വിളിച്ചാൽ പക്ഷേ ഞാൻ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. സോ എപ്പോഴും ഞാൻ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഷൂട്ടിങ്ങിൻ്റെ കാര്യമോ അതോ മറ്റോ ഡേറ്റിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇവരുടെ ബർത്ത്ഡേ മറന്നു പോകാറുണ്ട്, ഓർമ്മിപ്പിക്കണമാണ് ഞാൻ ഓർക്കാറ്. അങ്ങനത്തെ ഒരുപാട് എൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ ഈ 36 വർഷത്തിൽ ഒരുപാടുണ്ട്. ഈ വെറുതെ ഒരു ഭാര്യ അല്ലേ, അതിലെ കഥാപാത്രത്തെ പോലെയാണ് സ്വയം സമ്മതിക്കാണെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ അങ്ങനെയാണ്. പിന്നെ ജയറാം തനിയെ ഷോപ്പിൽ പോകാറില്ല, എന്തെങ്കിലും വാങ്ങിക്കാൻ ഇതുവരെ ഒന്നിനും തനിയെ പോയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ അറിയാണ്ട് ഞാൻ ചെയ്യാൻ പറ്റില്ല. ടോട്ടലി ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെയ്യും. പക്ഷേ ഈ വർഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോൻ്റെ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു, ഒന്നും വാങ്ങിച്ചില്ല. യൂഷ്വലി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് വാങ്ങിച്ചു വെക്കും. ജയറാം എപ്പോഴെങ്കിലും ഒരു ബൊക്കെങ്കിലും അറേഞ്ച് ചെയ്യണം, ഞാനത് തലേദിവസമേ എന്തെങ്കിലും കണ്ടുപിടിക്കും. അപ്പോൾ ജയറാം പറയാറുണ്ട്, എന്നെ മറച്ചു വെച്ചിട്ട് ഒരു കാര്യം ഇവിടെ നടക്കില്ല. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് നന്മകളുടെ ഇടയിലാണ് ഈ ജന്മദിനം വരുന്നത് അല്ലേ. നല്ല സിനിമകൾ, വലിയ വലിയ സിനിമകളുടെ ഭാഗമാകുന്നു. മലയാളത്തിലാണ് ലോസ്ലറുടെ വിജയം. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒരുപാട് നന്മകളുടെ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. എല്ലാം ദൈവം തീരുമാനിക്കുന്നു, അതുപോലെ നടക്കുന്നു. ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ 50 വർഷത്തിലേറെ പ്രാർത്ഥിക്കുന്നത് ശബരിമല അയ്യപ്പൻ തീരുമാനിക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുള്ളൂ. ഒന്നും നമ്മുടെ കയ്യിലില്ല. പ്രൊഫഷൻ വൈസ് ഹാപ്പിയാണ്. മലയാളത്തിലെ നെക്സ്റ്റ് ഇയർ നല്ല പ്രോജക്ട്സൊക്കെ ഉണ്ട്. ഈ വർഷം ഓസ്ലർ ചെയ്യാൻ പറ്റി. തെലുങ്കിൽ വളരെ നല്ല പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാന്താര 2 പോലെയുള്ള കന്നഡത്തിൽ വലിയ മൂവി ചെയ്യുന്നുണ്ട്. തമിഴിലും വളരെ നല്ല പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അതിനേക്കാൾ സന്തോഷം തരുന്ന കാര്യമാണ് കുടുംബത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ നടന്ന 2 കല്യാണങ്ങൾ. എനിക്കിപ്പോൾ ഒരു 2 മകനും 2 മോളും ഉണ്ട്. ഞങ്ങൾ 4 പേരും മാത്രം ഉണ്ടായിരുന്ന സന്തോഷത്തിനിടയ്ക്ക് 2 പേരും കൂടി ഉണ്ട്. ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കും. ഈ വിവാഹ ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ അതിന് താഴെ വരുന്ന കമൻസ് നോക്കിയാൽ തന്നെ എത്രമാത്രം മലയാളികൾ നിങ്ങളെ കുടുംബമായി സ്നേഹിക്കുന്നു. ഒരു മാതൃക കുടുംബമായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. ആ ഒരു സ്നേഹം അതിനോട് എന്താണ് അല്ല, അത് ഈ സിനിമ ഫീൽഡിൽ വളരെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അത് ഇത്തിരി കൂടുതലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെയും അൺകണ്ടീഷണലായിട്ടുള്ള ഒരു സപ്പോർട്ടും സ്നേഹവും. ഇത്രയും പേര് ഞങ്ങളുടെ കല്യാണം കാണാനും അതെ, എത്രയോ പേര് എത്രയോ ദൂരെ നിന്ന് വന്നു. അതേപോലെ തന്നെ കുട്ടികളുടെ കല്യാണം കാണാനും അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. ഇത്രയും പേരുടെ സ്നേഹവും സന്തോഷവും സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും ബ്ലെസ്ഡായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ജയറാമുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞ് വായിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷേ മകൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വളരെ പോസിറ്റീവായുള്ള കമൻസാണ് തുടക്കം മുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളത്. അത് അങ്ങനെ ബോധപൂർവം തീരുമാനിച്ചാണ് മക്കളുടെ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തീരുമാനിച്ചാണ്. കാരണം ഞാൻ ആ സമയത്തും അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും ടെൻഷനായിരിക്കും. പക്ഷേ ആ സമയത്ത് ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ ഒന്നും വരികയോ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം തന്നെ എടുത്ത തീരുമാനമാണ്. അവർക്കിഷ്ടമുള്ള ആരാണോ നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി 100% അക്സെപ്റ്റൻസ് ആയിരിക്കും അവർക്ക് വീട്ടിൽ. അങ്ങനെ വന്നതാണ്. നമുക്ക് നമ്മളുടെ കയ്യിൽ കിട്ടാതെ ഒരു സാധനം വളരെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അതിനോടുള്ള പ്രിയവും പ്രണയവും അത് കിട്ടാനുള്ള ആഗ്രഹവും എല്ലാം നമുക്ക് കൂടി വരുന്നത്. അങ്ങനെയായിരുന്നു ശരിക്കും ഞങ്ങളുടെ പ്രണയകാലത്ത്. ആ 5 വർഷവും അശ്വതിയുടെ അമ്മ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നുകൊണ്ടാണ്. അമ്മ ടീച്ചറാണ്, പ്രത്യേകിച്ച് മാത്സ് ടീച്ചറാണ്. അതിൻ്റെ ഒരു ഭയങ്കര ഞങ്ങളെ കാണാൻ സമ്മതിക്കില്ല, സംസാരിക്കാൻ സമ്മതിക്കില്ല. ഒരുമിച്ച് സിനിമയാണെങ്കിൽ പോലും ഡയലോഗ് തീർന്ന് കട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ മാറ്റി കൊടുക്കും. അങ്ങനെ 5 വർഷവും ഞങ്ങൾക്ക് അന്ന് മറ്റേ മൊബൈലില്ല, ബാക്കി ഇതൊന്നുമില്ല, നേരിട്ട് കാണാതെ എന്ത് സംസാരിക്കാൻ. അങ്ങനെ ആ 5 വർഷം എന്നിൽ നിന്ന് മാറ്റി മാക്സിമം വെച്ചിരുന്നുകൊണ്ടാണ് ആ 5 വർഷത്തെ പ്രണയം അത്ര സ്ട്രോങ് ആയത്. അവസാനമായിട്ട് ഈ 60 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ പത്മരാജൻ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പം ഒരുപാട് അനുഗ്രഹീതരായ കലാകാരന്മാർക്കൊപ്പം പ്രവർത്തിച്ചു. ഒരു നിരാശ അല്ലെങ്കിൽ സങ്കടമായി ബാക്കിയുള്ളത് അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴില്ല എന്നുള്ളത് മാത്രമായിരിക്കും അല്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിയെല്ലാം നന്മ. അയ്യോ, തീർച്ചയാണ്. കഴിഞ്ഞ ഈ 10-37 വർഷക്കാലത്തെ സന്തോഷങ്ങളെക്കാൾ ഒരുപക്ഷെ നഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ തൊട്ട് സഹപ്രവർത്തകർ തൊട്ട് സുഹൃത്തുക്കൾ തൊട്ട് ഒരുപാട് പേരുടെ നഷ്ടം. അതൊക്കെ തന്നെയാണ് ഏറ്റവും തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നത്. എല്ലാം നല്ല കാര്യങ്ങളെക്കുറിച്ച് തന്നെ മാത്രം പറയാം. അവസാനമായിട്ട് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനിയിപ്പം നല്ല കഥാപാത്രങ്ങൾ വന്നാൽ സിനിമയിലേക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്തകളുണ്ടോ? ഭാരമെല്ലാം
ഞാൻ എപ്പോഴും ഓപ്പണാണ്. എനിക്ക് എപ്പോഴും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുട്ടികളെല്ലാം അവർ ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഓപ്പണാണ്. പടങ്ങൾ ചെയ്യാൻ നോക്കാം. ആ സമയത്ത് മൂഡ് പോലെ ഇരിക്കും. ചേട്ടാ, അവസാനമായിട്ട് എന്താണ് മലയാളി പ്രേക്ഷകർ, കാരണം മലയാളികളുടെ മുന്നിലാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികം, അവസാനമായി അവരോട്? ഇല്ല, മലയാളി പ്രേക്ഷകർ പ്രത്യേകിച്ച് എനിക്ക് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഒരു കുടുംബം പോലെയാണ്, അവരുടെ ഒരു കുടുംബം പോലെയാണ് എന്നെ എപ്പോഴും അവർ ഇത് ചെയ്യാറ്. പിന്നെ ഞാൻ ഈ ഒരുപാട് പബ്ലിക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അവരിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ ഈ അമ്പലപ്പറമ്പിൽ ചെണ്ട കൊട്ടാൻ പോകുമ്പോഴും ഞാൻ അവരോട് ആദ്യം ആവശ്യപ്പെടുക അതാണ്, കമ്മിറ്റി വരുന്ന ആൾക്കാരോട്. എല്ലാ അമ്പലപ്പറമ്പുകളിലും ആണുങ്ങൾക്ക് നിന്ന് മേളം കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പക്ഷേ എന്നെ കാണാൻ വരുന്ന അമ്മമാർക്കും മറ്റേ എൻ്റെ സഹോദരിമാർക്കും അവർക്കിത് കാണാനുള്ള ആണുങ്ങളെ മാറ്റി നിർത്തണം, അവരെ മുമ്പിൽ നിർത്തണം എന്ന് പറഞ്ഞ് ഓരോ ക്ഷേത്രത്തിലും ഞാൻ പറയാറുണ്ട്. അതൊക്കെ അവർ ചെയ്തു തരാറുണ്ട്. അങ്ങനെ അവരെയൊക്കെ കാണുക, നേരിട്ട് കാണുക, സന്തോഷം, ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് ഓഡിയൻസ് ഒരു അകലെയാണെന്നേ തോന്നിയിട്ടില്ല. അവരെപ്പോഴും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, അതാണ് അവരൊരു സെൽഫി ഒന്ന് ചേർന്ന് ജയറാമേട്ട എന്ന് പറഞ്ഞ് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഒരു സപ്പോർട്ടും സന്തോഷവും ഇല്ലേ, അത് സിനിമ ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ, അത് നീണ്ടു നിൽക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം. ആ ഒരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും. തീർച്ചയായും ആ ഒരു പിന്തുണയും ആ ഒരു സ്നേഹവും മലയാളികൾ എപ്പോഴും നൽകിയിട്ടുണ്ട്. ഇനിയും അത് അങ്ങനെ തന്നെ തുടരും. എന്തായാലും എല്ലാ ആശംസകളും രണ്ടുപേർക്കും. തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. എൻ്റെ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും, ലോകത്തെമ്പാടുമുള്ള എല്ലാവർക്കും, എൻ്റെയും അശ്വതിയുടെയും കണ്ണൻ്റെയും ചക്കിയുടെയും നവനീതിൻ്റെയും താരുവിൻ്റെയും ഞങ്ങളുടെ എല്ലാം ഫുൾ ഫാമിലിയുടെ ഹാപ്പി 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 ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വൈഷ്ണവ് കൃഷ്ണനൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.